എങ്ങനെയുണ്ടിപ്പോ? ഇത്രയ്ക്ക് ഭംഗിയുണ്ടോ? ഇന്നു മുതൽ ഒരുങ്ങാൻ തുടങ്ങാ പലതിനും. എന്നും വെക്കുന്നൊക്കെ തന്നെയാ. ശകുന്തള ചേച്ചി, എന്താ ഗംഗേ? ചേച്ചി ചേച്ചിയുടെ മോക്കേ ഡ്രസ്സ് എവിടെ നിന്ന് എടുക്കുന്നത്? എന്താ നല്ല സെലക്ഷൻ, അതുകൊണ്ട് ചോദിച്ചതാ. അത് ലേഡി ബേഡിന്നാ. ആണോ? എന്റെ ഡ്രസ്സും ഞാൻ അവിടെ നിന്ന് തന്നെ എടുക്കുന്നത്. ഗംഗേ,
നല്ല ഭംഗിയുണ്ട് ഇപ്പം നിന്നെ കാണാൻ. ചോദിക്കുന്നതുകൊണ്ട് നിനക്ക് ബുദ്ധിമുട്ടൊന്നും തോന്നരുത്. വിവാഹാലോചന വല്ലതും? തൽക്കാലം ഇല്ല. ഇനി വന്നിടാന്നില്ലല്ലോ. ജീവിതത്തിൽ എന്നും ഒരുപോലെ ആകാൻ പാടില്ലല്ലോ. ഒരു മാറ്റമൊക്കെ വേണ്ടേ? വേണ്ടേ? വേണം. ശരി. ഗുഡ് മോർണിംഗ് മാഡം. മോർണിംഗ്. ഗുഡ് മോർണിംഗ് രാജീവ്. ഗുഡ് മോർണിംഗ് മാഡം. മോർണിംഗ് മഞ്ജു. ഗുഡ് മോർണിംഗ്. ഇതെന്താ എൻ്റെ ഈശ്വര, വല്ലാത്തൊരു മാറ്റം. അത് തന്നെ, ആകാശം ഇടിഞ്ഞു വീഴാറായെന്ന് തോന്നുന്നേ. ഞാൻ കണ്ടതിന് ശേഷം ആദ്യമായിട്ടാ ചിരിക്കുന്നേ. ഇത്രയും കാലം ഇല്ലാത്ത ഒരുക്കവും ചിരിയും ഇതിലെന്തോ മണക്കുന്നില്ലേ രാജീവേ? നമ്മളെ വിട്ടേക്ക്, എനിക്ക് എക്സ്പീരിയൻസ് കുറവാ. അവൾക്ക് സമ്മതമാണെന്ന് തന്നെ എനിക്ക് തോന്നുന്നേ. അല്ലെങ്കിൽ ഇന്നലെ വരെ ഒരു പൊട്ടുപോലും തൊടാതിരുന്ന അവള് ഇങ്ങനെ മാറിയതെന്താ? ഞാൻ പറഞ്ഞിട്ട് വിശ്വാസമാവുന്നില്ലേ നിനക്ക്? അവള് വരുന്നവരിവിടെ ഇരിക്കെ, കാണുമ്പോൾ നിനക്ക് മനസ്സിലാവും. ഈശ്വര, അവസാനം എൻ്റെ കുട്ടി എല്ലാവരെയും വേദനിപ്പിക്കരുതെന്ന് ചിന്തിച്ചല്ലോ. അത് മതി. ഒരർത്ഥത്തിൽ അവൾ ചിന്തിച്ചത് നല്ല കാര്യമാണ്. അവളെക്കുറിച്ചൊന്നും അറിയാത്ത ഒരാളുടെ കൂടെ ജീവിക്കേണ്ടി വന്ന അവളുടെ സ്വഭാവം അനുസരിച്ച് അവളെല്ലാം തുറന്നു പറയും. കൈമൾ സാറിനെ പോലെ പക്വതയുള്ള ഒരാളാവുമ്പോൾ അത് ഉൾക്കൊള്ളാനും സാധിക്കും. എനിക്ക് തോന്നുന്നത് അവൾ മുമ്പേ തന്നെ അതൊക്കെ പറഞ്ഞു കാണുമെന്ന്. അവർ തമ്മിലൊരു തീരുമാനം എടുത്തിട്ട് തന്നെയായിരിക്കും കൈമൾ സാർ വന്നത്. ഒന്നും പറഞ്ഞില്ലല്ലോ അങ്ങനെ. ആ, ഇനി അതൊന്നും ചെയ്യേണ്ട, അത് നടക്കട്ടെ. തെറ്റ് തന്നെയാടാ നമ്മൾ ചെയ്തത്. ഒന്നും അറിയാത്ത പ്രായത്തില് അവൾക്ക് സംഭവിച്ചൊരു തെറ്റിനെ വലുതാക്കി വലുതാക്കി അവളുടെ ജീവിതം നമ്മൾ തന്നെ നശിപ്പിച്ചത്. ഒരു ദിവസമെങ്കിലും അവൾ മനസ്സറിഞ്ഞ് ജീവിക്കുന്നത് കണ്ടിട്ട് കണ്ണടച്ചാ മതി എനിക്ക്. അല്ലാതെ ഈ ജന്മം എന്റെ പാപം തീരില്ല. അമ്മ വിഷമിക്കണ്ട. ജീവിതത്തിനോട് അവൾ മുഖം തിരിച്ചപ്പോൾ നമ്മൾ പ്രതികരിച്ചു. മറിച്ച് അവളെ ചിന്തിച്ച ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് നമ്മൾ തന്നെ ആയിരിക്കും. അവൾ തന്നെ തുറന്നു പറയും. അതിനുശേഷം ഞാൻ കൈമൾ സാറിനെ പോയി കാണാം. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗംഗയൊന്ന് വന്നേ. സർ. ആ, ഗംഗ വരൂ, ഇരിക്കൂ. താങ്ക് യു സർ. ഞാൻ കുറച്ചു മുമ്പ് ഗണേശനെ കണ്ടിരുന്നു, ഗംഗയുടെ ബ്രദറിനെ. അവരോട് ഗംഗ തീരുമാനമൊന്നും പറഞ്ഞില്ലെന്ന് പറഞ്ഞു. സത്യത്തിൽ എനിക്കത് നേരിട്ട് പറയാമായിരുന്നു. ബട്ട് എന്താ ഗംഗയുടെ ഡിസിഷൻ? ഗംഗയെപ്പോലൊരു വ്യക്തിക്ക് കൃത്യമായ ഡിസിഷൻസ് ഉണ്ടാകും. ആ ക്യാരക്ടർ തന്നെയാണ് എന്നെ അട്രാക്ട് ചെയ്തതും. ഗംഗയിലെ ഈ മാറ്റം സമൂഹത്തിന്റെ ലക്ഷണമായി എനിക്ക് കരുതാമോ? നോ സർ.
ഞാൻ ഏത് വസ്ത്രം ധരിക്കണമെന്നതും എങ്ങനെ ബിഹേവ് ചെയ്യണമെന്നതും എന്റെ ഇഷ്ടമാണ്. എന്നെ മാറ്റാൻ മാത്രം പവറുണ്ടോ സാറിന്റെ വിവാഹാലോചനയ്ക്ക്? ഗംഗ എന്താ ഇങ്ങനെ സംസാരിക്കുന്ന? എന്റെ ആറ്റിറ്റ്യൂഡിൽ എന്തെങ്കിലും സംശയമുണ്ടോ ഗംഗയ്ക്ക്? വളരെ സിൻസിയറായാണ് ഞാൻ പറഞ്ഞത്. അതെ സർ, സാറിന്റെ ആറ്റിറ്റ്യൂഡിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. സാറെന്നല്ല, ഈ ഭൂമിയിൽ ഏതൊരു പുരുഷനും സ്ത്രീയോട് ഒരേ ഒരു ആറ്റിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. ഗംഗ, മൈൻഡ് യുവർ വേർഡ്സ്. ഞാൻ നടത്തിയൊരു വിവാഹാലോചനയാണ്, പ്രേമാഭ്യർത്ഥനയല്ല. സോ വാട്ട്? ഞാനത് അംഗീകരിക്കണോ? അത് ഗംഗയുടെ ഇഷ്ടം. എന്തിന് എന്റെ ഇഷ്ടത്തിന് വിടുന്നു? അതും കൂടെ തീരുമാനിക്കുമായിരുന്നില്ലേ സാറിന്? ഗംഗ, അതെ സർ, നോട്ടം കൊണ്ടായാലും വാക്കുകൊണ്ടായാലും ഭീഷണി കൊണ്ടായാലും അനുസരിപ്പിക്കാൻ നോക്കുക തന്നെയാണ് നിങ്ങൾ പുരുഷന്മാർ. മേലുദ്യോഗസ്ഥൻ ഭാര്യ മരിച്ചുപോയ ആളാണെങ്കിൽ കീഴുദ്യോഗസ്ഥ ഭാര്യയാകണം. സമ്മതിച്ചില്ലെങ്കിൽ പ്രതികാര നടപടികൾ എടുക്കാൻ സാറിന് അർഹതയുണ്ടല്ലോ. ഗംഗ എഴുതപ്പുറം വായിക്കണ്ട. തനിക്ക് സമ്മതമില്ലെങ്കിൽ ഈ ആലോചന ഇവിടെ തീർന്നു. ദാറ്റ്സ് ഓൾ. എനിക്ക് സമ്മതമല്ല സർ. സാറിന്റെ പ്രായത്തിനും പരിതസ്ഥിതിക്കും ഭർത്താവ് മരിച്ചുപോയി ഒരുപാട് സ്ത്രീകളെ കിട്ടും. പകരം ഒരു പ്രപ്പോസലിനായിട്ട് സാർ എന്നെ തെരഞ്ഞെടുത്തു. അതിൽ അധികാരത്തിന്റെ ഒരു ഭീഷണിയില്ലേ സർ? ഇല്ലെങ്കിൽ തന്നെ നമ്മൾ തമ്മിൽ എങ്ങനെ പൊരുത്തപ്പെടുക? വിൽ യു സ്റ്റോപ്പ് ഇറ്റ്? ഇതൊരു ഓഫീസാണ്. ഈ ഓഫീസിൽ വെച്ച് തന്നെയാണ് സർ സാറിന്റെ സമ്മതം ചോദിച്ചത്. അതിനുള്ള മറുപടിയാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി സാറിനെ ദ്രോഹിക്കും, സർവീസ് ചട്ടങ്ങൾ കുഴച്ചു മറിക്കും. ആൺവർഗം തോൽക്കാൻ പാടില്ലല്ലോ. പക്ഷേ സർ, കൺമുന്നിൽ തലകുനിച്ച് നടന്നു പോകുന്ന 1000 പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ സർ എന്നെ പെടുത്തരുത്. മനസ്സിൽ ചിലതൊക്കെ പുകയുന്നത് കൊണ്ടാണ് ഞാൻ ഇത്രയും കാലം നിശബ്ദയായി നടന്നത്. മിണ്ടാൻ അറിയില്ലെന്ന് ധരിക്കരുത്. ഹലോ, നിങ്ങളിപ്പോ എവിടെയാ? ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ആർ യു ഫ്രീ നൗ? വിശേഷിച്ച് പ്രോഗ്രാമൊന്നുമില്ല. ഒരു മീറ്റിംഗ് ഉണ്ട്, വേണമെങ്കിൽ മാറ്റാവുന്നേ ഉള്ളൂ. നമ്മളിന്ന് കാണുന്നു. ഓക്കെ, ഞാൻ വെയിറ്റ് ചെയ്യാം. വാട്ട് എ സർപ്രൈസ്! വല്ലാതെ ചേഞ്ച് ആയിരിക്കുന്നു നീ. നന്നായോ അതോ ബോറായോ? സംശയം എന്താ? നിന്റെ വിഷാദത്തിനും ഭംഗിയുണ്ടായിരുന്നു. പക്ഷെ അതിനേക്കാളും നിന്നെ ഇങ്ങനെ കാണുന്നതാണ് രസം. ഗുഡ്. അന്ന് ഞാൻ പറഞ്ഞ ചിലതെങ്കിലും നീ ഉൾക്കൊണ്ടിരിക്കുന്നു. എന്ത്? ജീവിതം വേസ്റ്റ് ചെയ്യരുതെന്ന് നീ തീരുമാനിച്ചു, isn't it? അല്ല, ഞാൻ ശ്രമിക്കുകയാണ് നിങ്ങൾക്കൊപ്പം നടക്കുമ്പോൾ കുറവുകളില്ലാതിരിക്കാൻ. മീറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്ന് പറഞ്ഞു. ഒരു വിവാഹാലോചന. എൻ്റെ ഓഫീസിലെ സൂപ്രണ്ടാണ്. ഭാര്യ മരിച്ചു, ഒരു കുട്ടിയുണ്ട്. സമ്പന്നൻ, ദുശീലങ്ങളൊന്നുമില്ല. എന്നോടല്ല, എൻ്റെ വീട്ടിലാ സംസാരിച്ചത്. എന്തു പറഞ്ഞു? വീട്ടുകാർക്ക് സമ്മതം. നിനക്കോ? എന്തു പറയണം? ഞാൻ അഭിപ്രായം പറയുന്നത്. പറയേണ്ടത് നിങ്ങളല്ലേ? വേണമെങ്കിൽ എനിക്ക് നിങ്ങളെ ഭർത്താവെന്ന് കരുതാം, അല്ലെങ്കിൽ കാമുകൻ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിനോട് പ്രസക്തിയുണ്ട്.
ഇത് രണ്ടും ബുദ്ധിമുട്ടാണെങ്കിൽ ആസ് എ ഗുഡ് ഫ്രണ്ട് ഞാൻ എന്തു വേണം? ഒരു പുരുഷൻ നിന്നെ സ്വന്തമാക്കാൻ തോന്നുന്നത് സ്വാഭാവികം. അതിനുള്ള ക്വാളിറ്റീസ് എല്ലാം നിനക്കുണ്ട്. പക്ഷേ പ്രായം കൂടുതലുള്ള ഒരാൾ, ഒരു കുഞ്ഞ്, അങ്ങനെയൊന്നും പോരാ നിനക്ക്. അതിന് സമ്മതിച്ചാൽ നീ നിന്റെ കുറവുകൾ അംഗീകരിച്ചു എന്നാണ് അർത്ഥം. അത് വേണ്ട, അങ്ങനെ പാടില്ല. നിന്നെ വിവാഹം കഴിക്കുന്ന ഒരാൾക്ക് യോഗ്യതകൾ ഒരുപാടുണ്ടാവണം. പിന്നെ അയാൾ ഓഫീസിൽ കണ്ടില്ലേ? കുറച്ചു മുമ്പേ. അയാൾ നിർഭാഗ്യവാൻ. നിങ്ങളോടുള്ള ദേഷ്യം മുഴുവൻ ഞാൻ അയാളോടാ തീർത്തത്. പുരുഷവർഗത്തോടുള്ള പക മുഴുവൻ. നല്ലതോ ചീത്തയോ എന്നെനിക്കറിഞ്ഞൂടാ. ചില കാര്യങ്ങൾ ഞാൻ ആവർത്തിച്ച് ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. എന്നെക്കുറിച്ച് അല്ലേ? എക്സാക്ട്ലി. കുഞ്ഞിനാളിൽ ഈച്ചകളെ പിടിച്ച് ഈർക്കിൽ തുമ്പിൽ കോർക്കുമായിരുന്നു ഞാൻ. കനമുള്ള കല്ലുകെട്ടി തുമ്പികളെ വെള്ളത്തിൽ താഴ്ത്തുക, പല്ലിയുടെ വാൽ മുറിക്കുക, അതൊക്കെ ഒരു രസമായിരുന്നു. ജീവന്റെ പെടച്ചിൽ കാണാൻ. ഇന്നും അതൊന്നും ഓർത്ത് ഒരു കുറ്റബോധവും ഇല്ല. ഒരു ജീവനോടും ഇന്ന് വരെ ഒരു സെന്റിമെന്റും തോന്നിയിട്ടില്ല. പക്ഷേ നീ പകയോടെ എന്നോട് പെരുമാറുന്നെങ്കിൽ എനിക്കത് നിസ്സാരമായിരുന്നു. ദിനചര്യയിൽ ഒന്ന് അങ്ങനെ കാണും ഞാൻ. പക്ഷേ നിസ്സാരമായി ദഹിപ്പിച്ചു കളയുന്നു നീ എന്നെ. നിങ്ങളെന്നെ പ്രേമിക്കാൻ തുടങ്ങാണോ? പറയൂ, ഒരു കാമുക ഹൃദയം ബാക്കിയുണ്ടോ ഇപ്പോഴും? എങ്ങനെ ചിരിക്കാതിരിക്കും? സത്യം, ഇപ്പൊ നിങ്ങളെ കണ്ട ഒരു 16-കാരൻ ആദ്യ പ്രണയം വെളിപ്പെടുത്താൻ നിൽക്കുന്ന ഒരു ഭാവ. നിങ്ങളുടെ രൂപവും ആ ഭാവവും ഞാൻ എങ്ങനെ ചിരിക്കാതിരിക്കും? പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്. എനിക്ക് കോമാളിയാവുന്നതിൽ ബുദ്ധിമുട്ടില്ല, നിനക്കെന്നെ നോക്കി ചിരിക്കാൻ കഴിയുമെങ്കിൽ. ഞാൻ കാരണം ഒരുപാട് കരഞ്ഞവൾക്ക് ഒരു ചിരി പകരം തരുന്നത് പ്രായശ്ചിത്തമായിരിക്കും അല്ലേ? ആർ യു സീരിയസ്? നിന്റെ കാര്യത്തിൽ നടക്കരുതായിരുന്നു അങ്ങനെയൊന്നും. ലോകത്തിന്റെ മുമ്പിലെ ഏറ്റവും വലിയ ശരി ഞാനായിരുന്നു, നീ എന്നെ തിരിച്ചു കാണുന്നവരെ. ജയം അവസാനിക്കുന്നിടത്ത് മനുഷ്യൻ അവസാനിക്കുന്നു, അങ്ങനെയായിരുന്നു എന്റെ വിശ്വാസം. അവസാനമായിട്ടുണ്ടാവാം,